എങ്ങനെയാണ് നമുക്ക് ഈ ട്രംപിന്റെ പുതിയ തീരുവയെ വിലയിരുത്താൻ കഴിയുക? ഇന്ത്യക്കെതിരെ തീരുവ ചുമത്തിയിരിക്കുന്നു, അതുപോലെ തന്നെ കാനഡയ്ക്കെതിരെയും തീരുവ ചുമത്തുന്ന സാഹചര്യമുണ്ട് എന്നറിയുന്നു. എന്താണെങ്കിലും ഇന്ത്യക്കെതിരെ തീരുവ ചുമത്തുമ്പോൾ നമുക്കറിയാം മിഡിൽ ഈസ്റ്റിലെ യുദ്ധം മൂലം ഇപ്പോൾ തന്നെ പ്രതിസന്ധി ശക്തമാണ്. ഈ പ്രതിസന്ധിക്കിടയിൽ ഇത്തരത്തിലുള്ള തീരുവ കൂടി വരുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുക? ആഗോള സാമ്പത്തിക പ്രതിസന്ധി എത്രത്തോളം രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ട്? ഇനിയും യുദ്ധം കടുപ്പിക്കുമെന്നാണല്ലോ ട്രംപ് പറയുന്നത്. തീർച്ചയായും നിലവിലൊരു ലോകത്ത് ഒരു യുദ്ധമല്ല, 3ഓളം യുദ്ധങ്ങൾ വളരെ വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റേതായിട്ടുള്ള എക്കണോമിക് കൺസ്ട്രെയിൻസ് എല്ലാ രാജ്യങ്ങളും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ പോലും ഇന്ത്യയെ പോലെ അതിവേഗം വളരുന്ന ഒരു എക്കോണമിയെ സംബന്ധിച്ച് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഏകദേശം നമ്മുടെ ട്രേഡിൽ വരുന്ന ഒരു എമൗണ്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് 85.3 ബില്യൺ ആണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്തത് 2024-25 സാമ്പത്തിക വർഷത്തെ കണക്ക് പ്രകാരം. അതിൽ തന്നെ പാക്കേജ് മെഡിക്കൽസ് അല്ലാതെ മെഡിസിൻ പ്രോഡക്ട്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. സോ ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഇത്രയൊക്കെ ഉണ്ടായിട്ട് പോലും, ഇത്രയും കോംപ്ലക്സിറ്റീസ് ഉണ്ടായിട്ട് പോലും ചൈനയ്ക്കും അതുപോലെ തന്നെ ഇസ്രായേലിനും കൊടുത്തിട്ടുള്ള 12.5 എന്ന് പറയുന്ന താരിഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യ നെഗോഷിയേറ്റ് ചെയ്ത 12.5 എന്ന് പറയുന്നതിനെ 10% ആക്കി, അല്ലെങ്കിൽ 10% ചുരുക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്തത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു റെസ്പോൺസിബിൾ ട്രേഡിംഗ് പാർട്ട്ണർ എന്നുള്ള നമ്മുടെ പ്രതിച്ഛായയുണ്ട്, നമ്മുടെ ഇപ്പോൾ വരാൻ പോകുന്ന ഇന്ത്യ-US ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഉണ്ട്. ഇതെല്ലാം ചേർത്ത് നോക്കുന്ന സമയത്ത് ഈ പറയുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു നടപടി നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെയാണ്. പക്ഷേ ഈ 10% എന്ന് പറയുന്നത് പോലും വരും ദിനങ്ങളിൽ തുടർച്ചയായിട്ടുള്ള നെഗോസിയേഷൻസിൽ കൂടി മാറാനുള്ള ഒരു സാധ്യത കൂടി നമ്മളിവിടെ പരിഗണിക്കേണ്ടതുണ്ട്. ഇതിന് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ചൈനയ്ക്ക് പോലും ഇപ്പം അമേരിക്ക ചൈനയുമായിട്ടുള്ള ബന്ധത്തെ പറ്റിയിട്ടൊക്കെയുള്ള പല കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ അവിടെ ചൈനയ്ക്ക് പോലും നൽകാത്തൊരു ഇളവാണ് ഇന്ത്യക്ക് നൽകിയിട്ടുള്ളത്. കാരണം ഇന്ത്യ അമേരിക്ക ബന്ധം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കണക്കിലോ ഏതെങ്കിലും ഒരു സംഭവത്തിലോ ഒതുക്കാവുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പർട്ടിക്കുലർ മൊമെന്റിലുള്ള ഈ ഒരു ഇഷ്യൂ കാലക്രമേണ വളരെ അധികം താമസിയാതെ തന്നെ അത് പുനർചർച്ചയ്ക്ക് വിധേയമാകുമെന്ന് തന്നെ നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. കാരണം 12.5 10% ആക്കാമെന്നുണ്ടെങ്കിൽ 10ൽ നിന്ന് താഴേക്ക് പോകാനും വലിയ സമയമൊന്നും വേണ്ടി വരില്ല. അതിനുവേണ്ടി നെഗോസിയേഷൻസും അതിനു വേണ്ടിയിട്ടുള്ള ബൈലാറ്ററൽ ചർച്ചകളും ഒക്കെ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇത്തരമൊരു നീക്കത്തിലേക്ക് ഇപ്പൊ അമേരിക്ക കടക്കുകയാണെങ്കിൽ അത് ശരിക്കും അമേരിക്കയ്ക്ക് തന്നെ ഒരു തിരിച്ചടി ആകാനുള്ള സാധ്യതയില്ല. കാരണം 80 രാജ്യങ്ങൾക്കാണ് ഇതുപോലെ ഒരു താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് ഈ 80 രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി അവിടെ കുറയുമ്പോൾ അമേരിക്കൻ മാർക്കറ്റിൽ തന്നെ അത് വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നില്ലേ ശരിക്കും? തീർച്ചയായും. കാരണം അമേരിക്കയെ സംബന്ധിച്ച് ഇപ്പോൾ അവരുടെ ജീവൻ മരണ പോരാട്ടമാണ് നടക്കുന്നത്. കാരണം എമർജിംഗ് എക്കോണമീസ് മുന്നോട്ട് വെക്കുന്ന വെല്ലുവിളി നേരിടത്തക്ക രീതിയിലുള്ള ഒരു ലേബർ ഫോഴ്സ് അവർക്കില്ല. ലേബർ ഇന്നോവേഷൻസ് അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ഇന്നോവേഷൻസിൽ പോലും അമേരിക്ക ഒരു സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് മാത്രമേ ഉള്ളൂ. അതോടൊപ്പം ചൈന ഒരു ഭാഗത്ത് വളരുന്നു, ഇന്ത്യ വളരുന്നു. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇന്ത്യക്കാണെന്നുണ്ടെങ്കിൽ വളരെ യങ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ ഉണ്ട്, സ്കിൽഡ് ലേബർ ഫോഴ്സിന്റെ എണ്ണം വർദ്ധിക്കുന്നു. ഇതൊക്കെ ചേർന്ന് വരുന്ന ഒരു സാഹചര്യത്തില് ഇപ്പോ അമേരിക്കയെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്ക നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അവരുടെ ആ ഒരു പഴയ റസ്റ്റ് ബെൽറ്റ് എക്കോണമി പോലെ ഒരു സാഹചര്യത്തിലേക്ക്, അല്ലെങ്കിൽ പഴയ കാലത്ത് നമുക്കറിയാലോ ഡിട്രോയിറ്റിലേക്ക് കാർ മാർക്കറ്റുകൾ തകർന്ന ഒരു കാലം, അതുപോലെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഒരു തരത്തിലുള്ള ഫേസ്ഡ് ആയിട്ടുള്ള ഒരു റിഗ്രഷനിലേക്ക് ആ എക്കോണമി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് എത്തുന്ന ജനറിക് ഡ്രഗ്സ്, അതായത് വളരെ വില കൂടിയ മരുന്നുകളുടെ ജനറിക് വേർഷൻ ഇന്ത്യ വളരെ കുറഞ്ഞ ചെലവിൽ ഉത്പാദിപ്പിച്ചത് കയറ്റി അയക്കുന്നുണ്ട്. ഇതുകൊണ്ട് ഗുണമാർക്കാണ്? സാധാരണക്കാരായിട്ടുള്ള അമേരിക്കക്കാർക്ക് തന്നെയാണ്. വലിയ വിലയുള്ള മരുന്നുകൾ താങ്ങാൻ പറ്റാത്തവർക്ക് പോലും ഈ ജനറിക് ഡ്രഗ്സ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, വലിയ നേട്ടം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, അവരുടെ ആരോഗ്യത്തിന് മെച്ചം ഉണ്ടാവുന്നുണ്ട്. സോ അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ ഈ ഒരു താരിഫിന്റെ ചർച്ചയിൽ പെട്ട് വഴിമുട്ടി പോകാതെ ഇന്ത്യയുമായിട്ട് വളരെ സ്മാർട്ടായിട്ട് സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ അമേരിക്കൻ എക്കോണമി ഗുണമേ ചെയ്യുള്ളൂ. കാരണം പ്രൊഡ്യൂസർ അമേരിക്ക അല്ലെങ്കിൽ ഒരു ഉൽപാദക അമേരിക്ക എന്ന് പറയുന്ന ആശയത്തിന് വലിയ ഇടിവ് സംഭവിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ലോകത്തെ ഒരു 15 എമർജിംഗ് അഡ്വാൻസ് ഇന്നോവേഷൻസ് എടുത്താൽ അവിടെ അമേരിക്ക ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. തീർച്ചയായിട്ടും മറ്റൊരു സംശയമുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഈ പറഞ്ഞ് അവസാനിപ്പിച്ചായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യക്കും അതൊരു വലിയ പ്രശ്നമാണ്. ഈ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് തന്നെ കയറ്റി അയക്കാനായിട്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രൊഡക്റ്റുകൾ, നമ്മുടെ ഇന്ത്യയിലെ വാണിജ്യ മാർക്കറ്റിലെ പ്രൊഡക്റ്റുകളെല്ലാം ഇവിടെ കുന്നുകൂടുകയാണെങ്കിൽ അത് ഇന്ത്യക്ക് തന്നെ ഒരു വെല്ലുവിളിയാകാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യ എങ്ങനെ ഈ ഒരു പ്രതിസന്ധി കൈകാര്യം ചെയ്യാനാണ് സാധ്യത?
ഇന്ത്യയെ സംബന്ധിച്ച് അമേരിക്ക വളരെ വലിയൊരു ഒരു എക്സ്പോർട്ട് പാർട്ട്ണർ ആണെങ്കിലും അമേരിക്കയ്ക്ക് അപ്പുറത്തേക്ക് നിൽക്കുന്ന രാജ്യങ്ങളുണ്ട്. യൂറോപ്യൻ യൂണിയൻ ഉണ്ട്. അതുപോലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട പല രാജ്യങ്ങളും നമുക്കൊപ്പം ഉണ്ട്. ഇപ്പൊ ഒരു ഏകദേശം ഇന്ത്യയിൽ അമേരിക്ക ഒഴികെ 9 രാജ്യങ്ങൾ കൂടി ചേരുന്നതാണ് ഇന്ത്യയുടെ എക്സ്പോർട്ടിംഗ് പോർട്ട്ഫോളിയോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂട്ടേഴ്സ്. ഓഫ് കോഴ്സ് അമേരിക്കയെ ഒഴിവാക്കാൻ പറ്റില്ല, പക്ഷേ ബാക്കിയുള്ളവർ കൂടി ഉള്ളത് കൊണ്ട് ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ നമുക്ക് അതിൽ നിന്നുണ്ടാവുന്ന നഷ്ടങ്ങളെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള സാധ്യത നിലനിൽക്കുകയാണ്. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ തന്നെയാണ്. സോ അപ്പൊ അതുകൂടി നമ്മളൊന്ന് ഈ ഒരു വിഷയത്തിൽ ആലോചിക്കേണ്ടതുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ 5 പ്രധാനപ്പെട്ട രാജ്യങ്ങളുണ്ട്. അതിൽ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. ടോപ്പ് ഡെസ്റ്റിനേഷൻസ് നോക്കുകയാണെങ്കിൽ USA, UAE, നെതർലാൻഡ്സ്, ചൈന, സിംഗപ്പൂർ, UK, സൗദി അറേബ്യ, ജർമ്മനി, ഇറ്റലി, ബംഗ്ലാദേശ്, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ചില രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് കഴിയുമ്പോഴേക്ക് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് നോക്കുന്ന സമയത്ത് നമുക്ക് നഷ്ടങ്ങളിൽ നിന്ന് സമർത്ഥമായിട്ട് മാറാനുള്ള ഒരു സാധ്യത കൂടി തുറന്നു കിടപ്പുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇന്ത്യ ഈ ഒരു വിഷയത്തിലൊക്കെ ആണെങ്കിൽ പോലും വളരെ അവധാനതയോടെ എടുത്ത് ചാടാതെ നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നോർത്ത് അമേരിക്കയുമായിട്ട് ചേർന്ന് 2023-24 86 ബില്യൺ ആണെങ്കിൽ യൂറോപ്യൻ യൂണിയനുമായിട്ട് ചേർന്ന് നമുക്ക് അതേ കാലയളവ് 75.92 ബില്യന്റെ എക്സ്പോർട്ട് ഉണ്ട്. അതുപോലെ നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഏഷ്യ 38.35 ബില്യൺ ഡോളറാണ്. അതുപോലെ വെസ്റ്റ് ഏഷ്യയുമായിട്ട് GCC രാജ്യങ്ങളുമായിട്ട് 56.32 ഉണ്ട്. അതുപോലെ ASEAN രാജ്യങ്ങളുമായിട്ട് 41.20 ബില്യൺ. അപ്പോൾ നമ്മുടെ എക്സ്പോർട്ടിന്റെ ഈ പറയുന്ന ഒരു പോർട്ട്ഫോളിയോ ഏതെങ്കിലും ഒരു രാജ്യമായിട്ട് മാത്രമല്ല, പകരം തുല്യതയോളം അടുത്ത് നിൽക്കുന്ന അവസരങ്ങൾ നൽകുന്ന മറ്റു രാജ്യങ്ങളുമായി ചേർന്ന് കൂടിയാണ്. അപ്പൊ 5 റീജിയനിലും വളരെ വ്യക്തമായിട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കുന്ന ഒരു സംവിധാനം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ കാര്യങ്ങളിലൊക്കെ ഒരു കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു തന്ത്രപരമായിട്ടുള്ള നീക്കത്തിലൂടെ തന്നെ ഇതിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും അബ്സോർബ് ചെയ്യാനും സാധിക്കും. ഓഫ് കോഴ്സ് അമേരിക്ക എന്നാലും ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മൾ നിഷേധിക്കാനാവാത്ത കാര്യമാണ്. തീർച്ചയായിട്ടും. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേഷൻ ഇതിന്റെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും തീരുവയിൽ വലിയൊരു മാറ്റം അല്ലെങ്കിൽ ഒരു തിരിച്ചു നടക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അവിടുത്തെ വ്യാപാരികൾ, അമേരിക്കയിലെ വ്യാപാരികൾ ഇപ്പോൾ കോടതി. ഞാൻ ഒരു പോയിന്റ് കൂടെ ഒന്ന് ആഡ് ചെയ്യാൻ ആഗ്രഹിക്കണം, സമയം ഉണ്ടെങ്കിൽ മാത്രം. പറഞ്ഞോളൂ. ഇപ്പോ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു 5 അമേരിക്കൻ പ്രോഡക്ട്സ് ഒന്ന് പറയാം. താങ്കൾക്ക് കേൾക്കാമെങ്കിൽ തുടർന്നോളൂ. ഓക്കെ, ചെറിയൊരു കണക്ഷൻ പ്രോബ്ലം ഉള്ളതുകൊണ്ട് നമുക്ക് താങ്കൾക്ക് കേൾക്കാമെങ്കിൽ തുടർന്നോളൂ. കേൾക്കുക, ഒറ്റ വാക്ക് മാത്രം. അത് നമ്മുടെ ഈ ചർച്ചയുടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. അതായത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു 5 അമേരിക്കൻ പ്രോഡക്ട്സ് ലോകവ്യാപകമായിട്ട്, ഇപ്പൊ ആപ്പിളോ ഐഫോണോ അല്ലാതെ നമുക്ക് ഒരു കാലത്ത് അമേരിക്കയിൽ നിന്ന് ഒരുപാട് പ്രോഡക്ട്സ് വരുമായിരുന്നു അല്ലെ. ഇപ്പോൾ അമേരിക്കൻ പ്രോഡക്ട്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ സിഗ്നിഫിക്കന്റ് ആയിട്ട് നിൽക്കുന്ന പല മേഖലകളിലുള്ള പ്രോഡക്ട്സ് വളരെ കുറവായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെ കാണിക്കുന്ന അവരുടെ സമ്പദ് വ്യവസ്ഥയ്ക്കകത്ത് അവർക്ക് എക്സ്പോർട്ടിംഗ് സിസ്റ്റത്തിലോ അവരുടെ ലേബർ മേഖലയിലോ ഒന്നും വലിയ ഇന്നോവേഷൻസ് നടക്കാത്തൊരു സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ അമേരിക്കയുടെ ആഭ്യന്തര പ്രശ്നങ്ങളാണ്, ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടിയാണ്.